പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ അമേരിക്കൻ പൗരന്മാരോട് തിരിച്ചുവരാൻ നിർദ്ദേശിച്ച US അതിശക്തമായ ആക്രമണത്തിലുള്ള സാധ്യത നിലനിൽക്കുന്നതിനാലാണ് മുന്നറിയിപ്പ്. വ്യോമഗതാഗത നിരോധനം, വിമാന സർവീസുകൾ റദ്ദാക്കാനുള്ള സാധ്യത എന്നിവ മുൻകൂട്ടി കാണണമെന്ന് US പൗരന്മാർക്ക് നൽകിയ വിശദീകരണത്തിൽ പറയുന്നു. പശ്ചിമേഷ്യയ്ക്ക് പുറത്തുള്ള രാജ്യങ്ങളിലെ US പൗരന്മാരും ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പുണ്ട്. ഐസൻ ജോസ് നൽകും ഈ വാർത്തയുടെ വിവരങ്ങൾ. ഐസൻ, ഇപ്പോൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ അമേരിക്കൻ പൗരന്മാരോട് തിരിച്ചുവരാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് US. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും രൂക്ഷമായ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഇറാന്റെ വൈദ്യുതോൽപാദന കേന്ദ്രങ്ങളും ആണവ കേന്ദ്രങ്ങളുടെ അനുബന്ധ കെട്ടിടങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടാകുമെന്ന സൂചന നേരത്തെ തന്നെ US നൽകിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അടിയന്തരമായി US-ലും പശ്ചിമേഷ്യയിലും അതുപോലെ തന്നെ പശ്ചിമേഷ്യയുടെ പരിസരത്തുള്ള മറ്റു രാജ്യങ്ങളിലുമുള്ളവരോട് ഉള്ള അമേരിക്കൻ പൗരന്മാരോട് തിരിച്ചു വരാനുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുക എന്ന നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. US കോൺസുലാർ ഡിവിഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഈ വിശദീകരണത്തിൽ വളരെ കൃത്യമായി പറയുന്നത് ഒരു സംഘർഷ സാധ്യതയുണ്ട് എന്നാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ വാർത്തകളിൽ ഏറ്റവും നിർണായകമായ ഒരു ഘടകമായിരുന്നത് ഇറാനിലെ വൈദ്യുതോൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേലുമായി ചേർന്ന് ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൃത്യമായി ഉണ്ട് എന്ന് തന്നെയാണ്. ട്രംപ് ഇക്കാര്യത്തിൽ ആസൂത്രണം നടത്തുന്നുണ്ടെന്നും ട്രംപ് ഇത് സംബന്ധിച്ചുള്ള അനുമതി നൽകുന്ന വേളയിൽ ആക്രമണം ഉണ്ടാകുകയെന്നും ഇന്നലെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. സമാന രീതിയിലുള്ള ഒരു വിശദീകരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അടിയന്തരമായി ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ വ്യോമ മേഖലകൾ അടച്ചിടുന്ന സാഹചര്യം, അതുപോലെ തന്നെ വിമാന സർവീസുകൾ റദ്ദാക്കുന്ന സാഹചര്യം, ഈ ഒരു പശ്ചാത്തലമെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, രാജ്യങ്ങളുടെ സുരക്ഷയും ഒരു പ്രശ്നമായി തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് US-ലെ കോൺസുലാർ ഡിവിഷന്റെ വിശദീകരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ അതിൽ കൃത്യമായി പറയുന്നത് സുരക്ഷിതരായിരിക്കാനും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ അമേരിക്കൻ പൗരന്മാരോട് സുരക്ഷിതരായി തിരിച്ചു പോരാനുമുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എംബസികൾക്ക് നേരെ പോലും ആക്രമണം ഉണ്ടായേക്കാം എന്നൊരു മുന്നറിയിപ്പും നൽകുന്നുണ്ട്. മാത്രമല്ല, മറ്റു ചില സൂചനകൾ പുറത്തു വരുന്നത് നിലവിൽ പശ്ചിമേഷ്യയിലെ മാത്രമല്ല അതിന് പുറത്തുള്ള രാജ്യങ്ങളിലെ എംബസികളും ലക്ഷ്യം വയ്ക്കാനുള്ള സാധ്യതയുണ്ടെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ അടിയന്തരമായി അവിടെ നിന്ന് മാറി നിൽക്കണം എന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. നിർദ്ദേശത്തിന്റെ പിന്നിലെ കൃത്യമായ സൂചന എന്ന് പറയുന്നത് ഇറാനിൽ അതിശക്തമായ ഒരു ആക്രമണം ഇസ്രയേലുമായി ചേർന്ന് നേരത്തെ നടന്നതിന്റെ സമാനമായ രീതിയിൽ തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഏതാണ്ടൊക്കെ നിരീക്ഷിക്കപ്പെട്ടിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ. അത് നടപ്പാക്കാൻ പോകുന്നു എന്ന സൂചന തന്നെയാണ് ഈ ട്രാവൽ അഡ്വൈസറിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.